നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 16 കരകളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം 15-ന് നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 12 തുടങ്ങി 16-ാം തീയതി സമാപിക്കാം. ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ചയാണ് മഹാശിവരാത്രി മഹോത്സവം. അന്നേ ദിവസം രാവിലെ സുബ്രഹ്മണ്യ പൂജയോടുകൂടി തുടങ്ങുകയും ഉരുളിച്ചവരവും വിവിധ സംഘടനകളും ക്ലബ്ബുകളും കരക്കമ്മിറ്റി അംഗങ്ങളും ഭക്തികരപരമായി അണിയിച്ചൊരുക്കൊണ്ടുവരുന്ന കൂട്ടക്കാവൽ ഘോഷയാത്ര ഏതാണ്ട് 5 മണിയോടുകൂടി ക്ഷേത്രത്തിൽ 16 കരകളിൽ നിന്നുള്ള അമ്പലചുംബികളായ നന്ദികേശന്മാരെ എഴുന്നള്ളിക്കുന്നു. ഇത്തവണത്തെ പ്രത്യേകത 2 പുതിയ നന്ദികേശ ശില്പങ്ങൾ പ്രാന്തെത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഉയരം കൂടിയ ശില്പമാണ് ഇളവക്കാട് കര അണിയിച്ചൊരുക്കുന്നത്. അപ്പം പുതുപ്പള്ളികുന്നം കര വലിയൊരു നന്ദികേശ ശില്പം കൂടി അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ 12-ാം തീയതി നാളെ മുതൽ നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളോടുകൂടി അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ്. കടാക്ഷം എന്ന ക്ഷേത്രത്തിൻ്റെ വലിയ ജീവകാരുണ്യ പദ്ധതി അതിലൂടെയാണ്, ആ സമ്മേളനത്തിലൂടെയാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റേ ഗോപകുമാറാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ക്ഷേത്ര ഭരണസമിതി നടത്തിയിരുന്നു. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും KICBയുടെയും പ്രത്യേകം യോഗങ്ങൾ ചേർന്ന് പെട്രോത്സവങ്ങൾ സുഗമമായി ക്ഷേത്ര ഗ്രൗണ്ടിൽ എത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ക്ഷേത്ര ഭരണസമിതി നടത്തിയിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 16 കരകളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നന്ദികേശ നിർമ്മാണങ്ങളും ചമയൊരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. പാലമേൽ, ഇടപ്പോൺ, മുതുക്കാട്ടുകര, നടുവിലെ മുറി, തത്തംമുന്ന, നെടുങ്കുളത്തിമുറി, ഉളവക്കാട്, കിടങ്ങയം, പഴഞ്ഞിയൂർ കോണം, പുലിബേൽ, ഇടക്കുന്നം, പാറ്റൂർ, പുതുപ്പള്ളിക്കുന്നം, എരുമക്കുഴി, കുടശനാട്, പള്ളിക്കൽ പയ്യനെല്ലൂർ എന്നിങ്ങനെ 16 കരകളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 12-ന് ഉത്സവ ചടങ്ങുകളും കലാപരിപാടികളും ആരംഭിക്കും. കൈകൊട്ടിക്കളി, തിരുവാതിര, നൃത്തം എന്നിവ നടക്കും. 15-ന് രാവിലെ 6-ന് കാവടി ഘോഷയാത്രയുണ്ടാകും. ശിവപുരാണ പാരായണവും നടക്കും. വൈകിട്ട് 4 മണിയോടെ കെട്ടുകാഴ്ചകൾ എത്തിത്തുടങ്ങും. രാത്രി 10:30 മുതൽ വയലിൻ ഫ്യൂഷൻ ഉണ്ടാകും. രാത്രി 1:30-ന് കാളിമുഖി നൃത്തനാടകം അരങ്ങേറും. 16-ന് രാത്രി 8 മണിക്ക് കടാക്ഷം ചികിത്സ ധനസഹായ പദ്ധതി വിതരണം നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MS അരുൺകുമാർ MLA ചികിത്സാ സഹായ വിതരണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം, സെക്രട്ടറി K രമേശ്, വൈസ് പ്രസിഡന്റ് D സന്തോഷ് കുമാർ, ഖജാൻജി S ശ്രീജിത്ത്, ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാർപ്പുറം, ജോയിന്റ് സെക്രട്ടറി C വേണുഗോപാൽ കുറുപ്പ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.